എന്ത് പ്രശ്നമുണ്ടെങ്കിലും മുറിവെണ്ണ, മുറിഞ്ഞോ മുറിവെണ്ണ, പൊള്ളൽ പറ്റിയോ മുറിവെണ്ണ, വേദന വന്നോ മുറിവെണ്ണ, എന്ത് പറ്റിയാലും മുറിവെണ്ണ. ഈ പ്രവണത ആക്ച്വലി ദോഷമല്ലേ? തീർച്ചയായിട്ടും ദോഷമാണ്. മുറിവെണ്ണ, അതായത് അൺവാറന്റഡ് ആയിട്ട് മുറിവെണ്ണ തേച്ച് വേദന നീരും കൂടി വരുന്ന ഒരുപാട് പേഷ്യൻസ് ഞങ്ങളുടെ ഒ പിയിലുണ്ടാവാറുണ്ട്. മുറിവെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കണ്ടീഷൻസിലാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന് അക്യൂട്ട് ഇഞ്ചുറി, നമ്മൾ വീണു, കയ്യ് നീര് വന്നു. പണ്ടത്തെ കാലത്ത് ഇതിന് നമ്മുടെ ഫ്രാക്ചറിനാണ് ഉപയോഗിക്കുന്നത് മുറിവെണ്ണ. ഇപ്പോഴും ഞങ്ങൾ ചെറിയ ഫ്രാക്ചേഴ്സിന്, ഇപ്പോൾ ടോ ഫ്രാക്ചർ, ഫിംഗർ ഫ്രാക്ചർ വന്നു, ചെറിയതായിട്ടുള്ള ഇഞ്ചുറീസ്, ലിഗ്മെന്റ് സ്പ്രെയിൻ വന്നു, അതിനൊക്കെ മുറിവെണ്ണ ബാൻഡേജ് ചെയ്യും അക്യൂട്ടായിട്ട്. ഇപ്പോൾ ഇഞ്ചുറി വന്നു ഉടനെ, അല്ലെങ്കിൽ ചെറിയ പൊള്ളൽ വന്നു, ചെറിയ പൊള്ളലാണെങ്കിൽ മുറിവെണ്ണ സേഫാണ്. പുറത്ത് വരുന്ന വൂണ്ടിന് മുറിവെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും ഉപയോഗിക്കും മുറിവെണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും മുറിവിന് ഉപയോഗിക്കുന്നത്. പുറത്ത് വരുന്ന വൂണ്ടിന് ഉപയോഗിക്കാൻ പാടില്ല മുറിവെണ്ണ. അത് അതിന് വേണ്ടിയിട്ടുള്ളതല്ല, ഈ ഉള്ളിൽ വരുന്ന ഇഞ്ചുറീസ് എന്നുള്ളതാണ്. പൊള്ളൽ, ചെറിയ പൊള്ളലിനൊക്കെ കുഴപ്പമില്ല, പക്ഷെ വലിയ മാസീവ് ആയിട്ടുള്ള പൊള്ളലിനൊക്കെ മുറിവെണ്ണ പറ്റുന്ന പ്രവണത കണ്ടിട്ടുണ്ട്. അത് ഇൻഫെക്ഷനിലേക്കൊക്കെ നയിക്കും, അത് ചെയ്യാൻ പാടില്ല. ജോയിന്റ് പെയിൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മുറിവെണ്ണ പരട്ടരുത്. എല്ലാവരും ഒപ്പിയിൽ വന്നിട്ട് ഞങ്ങൾ മുറിവെണ്ണ പരട്ടിയിട്ട് മാറിയില്ല, മുറിവെണ്ണ പരട്ടിയിട്ട് കൂടുക ചെയ്യുന്നത്. അത് ശരിക്കും മുറിവെണ്ണ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്.